ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഹാനവമിയൊക്കെ പൂജവയ്പ്പുമൊക്കെ അടുത്ത് വരികയല്ലേ. നവമി തുടങ്ങി, പൂജവെപ്പ് അടുക്കാനായി. എല്ലാവരും വാഗ്ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടും പൂജിച്ചുകൊണ്ടും ഒക്കെ നമ്മുടെ ദിനചര്യകൾ മുമ്പോട്ട് പോകുന്നു. ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാലേ നിങ്ങളോട് കുറച്ച് സംസാരിക്കുകയും കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലേ, നമുക്ക് കുക്കിങ്ങും വേണ്ടേ. അപ്പം ഇന്ന് ഞാൻ പ്രഭാതത്തിൽ രാവിലെ ആസ് യൂഷ്വൽ ആശുപുട്ട്, അരിപ്പുട്ട്, എനിക്ക് കോറപ്പുട്ട്, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ രജനി ഒരു മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ നോക്കണ്ട. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവളുടെ ഹെൽപ്പ് ഉണ്ടല്ലോ. എന്നാൽ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റേതായ തനതായ രീതിയിൽ എൻ്റേതായ ഒരു ഇഞ്ചിപ്പുളി പിടിക്കാം. എൻ്റെ സ്വന്തം, ഇത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. കോട്ടയം സ്റ്റൈലെന്നോ പാലക്കാട് സ്റ്റൈലെന്നോ ഒന്നുമില്ല, മൈ ഓൺ സ്റ്റൈൽ. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് നോക്കാം. അതായത് ഇതാ ഇഞ്ചി പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരുപടി ഇപ്പം അരിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇഞ്ചി പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് വഴറ്റാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ലതായിരുന്നു. അപ്പോൾ ഇത് വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല, അത്രയും സമയം ലാഭമുണ്ട്. പിന്നെ ഇഞ്ചി അങ്ങനെ ആകുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമേന്മ ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പ്യൂവർ ഇഞ്ചി റോ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കടുക്, ഉലുവ, കറിവേപ്പിലയാണ് ഇതിൻ്റെ ഏറ്റവും. നമ്മുടെ കറിവേപ്പിന് ഉലുവ പറിച്ചുകൊണ്ട് വന്നതാണ് രുചി കൂട്ടുന്നത്. ഉലുവായിട്ട് കടുക് താളിക്കുന്നെങ്കിലും ഉലുവപ്പൊടി നമ്മുടെ തലമുടിക്കൊക്കെ ആവശ്യത്തിന് ചെയ്ത് വെച്ചിരിക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഉപ്പ് കലക്കി വെച്ചിരിക്കുക, കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്നത്. ഇതിലെ മെയിൻ ആളാണ് പുളി, നല്ല കറുത്ത പുളി അല്ല. ഈ കറുത്ത പുളിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. പിന്നെ ഒരു 2 അച്ച് വെല്ലം. പക്ഷെ ഞാൻ വെല്ലപ്പാവ് ഉരുക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിക്കാറ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെല്ലമാണ് ഇടുന്നത്. ഒരു 2 അച്ച് ഇടാം മതി. എത്രയും വെല്ലം ഇടുന്നു അത്രയും രുചിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്തിരി വേണമല്ലോ, എനിക്കും കൂടെ വേണമല്ലോ. അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഇതൊക്കെ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് രുചി കേട്ടോ. ഇതാ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി. ഈ ചീനിച്ചട്ടിയാണെന്ന് നമ്മൾ എണ്ണ കാച്ചിയത്, അതേ ചീനിച്ചട്ടി. ഇതിന് രുചി കൂട്ടാനായി നമുക്ക് കടുക് താളിക്കുമ്പോൾ നമുക്ക് ഒരിത്തിരി ഉഴുന്നും കൂടി ഇടാം. കണ്ടോ, ഉഴുന്നും. അപ്പോൾ ചീനിച്ചട്ടി വെച്ചു, ഇതാ എണ്ണ ഒഴിച്ചു. ചീനിച്ചട്ടി ചൂടായാൽ പിന്നെ എളുപ്പമാവും. ഇതാ കുറച്ച് എണ്ണയൊക്കെ മതി കേട്ടോ. ഈ ഇഞ്ചി പച്ചമുളകൊന്നും ഞാൻ താളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ മതി. ഇനി ഈ ഉഴുന്ന് ഇത്തിരി ഇട്ടു. വറ്റൽമുളക് ഇടണം കേട്ടോ, അത് മറന്നുപോയി പറയാം. വറ്റൽമുളക് അത് കഴുകി ഉണക്കി കൊണ്ടുകൂടെ വെച്ചിട്ടുണ്ട്, അതെടുക്കാം. അതല്ലേ നല്ലത്. പച്ചമുളക്
ഉണക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വറ്റൽമുളക് തട്ടി പോയതാണ് കടലാസിൽ കട്ടോ ഞാൻ ഉണക്കി കൊണ്ടു വെച്ചിരിക്കുകയാണ്. ഇതെടുക്കട്ടെ. ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എടുപ്പോട് കൂടി തന്നെ ഇടണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വറ്റൽമുളക് ഇട്ടു, ഉഴുന്നിട്ടു, ഇനി ഉലുവ ഇടാം. ഉലുവ ഇട്ടു, എന്നെ സംബന്ധിച്ചിടത്തോളം വിജയദശമി എന്ന് പറയുന്നത് മറ്റൈതിഹ്യത്തിനൊക്കെ കാണ്ടും അത് നോക്കൂ, ഒരു കഷ്ണം കായ ഇട്ടു. മറ്റൈതിഹ്യങ്ങളെക്കാളിലൊക്കെ എന്നെ സ്വാധീനിക്കുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയമായിട്ടാണ് മഹാനവമിയെ ഞാൻ കാണുന്നത്. പിന്നെ വാഗ്ദേവത നമ്മുടെ സരസ്വതി ദേവി. ഇനി ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇടാം. അയ്യോ, ശബ്ദം കേൾക്കരുതെന്ന് എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു. ടീച്ചർ ബാക്ക്ഗ്രൗണ്ടിലെ നോയിസ് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന്. ഞാൻ ഇത് ചെയ്യുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഈ പാതിയ ഭാഗമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീണു പോകും. എന്നാലും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പയ്യന് അദ്ദേഹം ഒന്നും പറയാനില്ല, ഒരുപാട് പ്രായമുള്ള ആളൊന്നുമല്ല, എൻ്റെ മകനാകാൻ പ്രായമേ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജ്യോതിഷം എന്നും പറഞ്ഞു. ജ്യോതിഷം നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി ഇത് വഴറ്റിയേ വേണ്ട കേട്ടോ. ഇഞ്ചിയും കടുകൊക്കെ മൂക്കട്ടെ. ഇപ്പോൾ ഉള്ളിയില്ല. ഉഴുന്ന്, കടുക്, ഉലുവ, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുന്നത്. ഇനി കവർ മാഷ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഒരു പെൻഷനുകൾ പിന്നെ മാഷ് MBS കോളേജിൽ പഠിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞേ, അതിൻ്റെ സ്ഥാപനമൊക്കെയാണ് എനിക്ക് അതിൽ വേണ്ടത്. ഞാൻ ഈ കായം വറുത്തില്ലേ, ഞാൻ അതിനെ പൊടിക്കുകയായിരുന്നു ഇതിലെന്നില്ല, ഞാൻ ഇതിലിട്ടില്ല. പിന്നെ അദ്ദേഹം മരിച്ചു, അവിടെ പോയിരിക്കുകയായിരുന്നു, പോയിട്ട് വന്നു. ഇപ്പോൾ MBSകാരില്ല, അവിടെ എത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ മാറ്റി കാണാൻ പറ്റും. ഇതിലൊക്കെ ഇട്ട് ഞാൻ വഴറ്റുന്നില്ല, എനിക്കിത് പച്ചയായിട്ട് തന്നെ വേണം. അതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നോക്കൂ, ഈ പുളി പിഴിഞ്ഞൊഴിക്കട്ടെ. ഈ പുളി ഒഴുക്കനെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. ഇതിലോട്ട് ഒഴിക്കട്ടെ. ഇത് ഗ്ലാസ് വെച്ചിട്ട് ഒഴിക്കാവൂ കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ഗ്ലാസ് വെച്ചിട്ട് ഒഴിക്കാവൂ. ചൂടോടെ ഒഴിക്കരുത്. ഇതൊക്കെ തെറിക്കാനും അപകടങ്ങളുണ്ടാകാനും പൊള്ളാനും കൈയൊക്കെ പൊള്ളാനും മുഖത്തേക്ക് തെറിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടോ, അതിന് കൊഴുക്കൻ ഈ പുളിയുടെ നിറമുണ്ടോ, ഇതന്നെയാണ് ഈ ഇഞ്ചിപ്പുളിക്ക് സ്വാദും രുചി, നിറവും മണവും ഗുണവും ഒക്കെ കൂട്ടുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർ വഴറ്റി അല്ലേ ഉണ്ടാക്കുക. ഞാൻ വഴറ്റി ഉണ്ടാക്കും, പക്ഷെ ഇങ്ങനെ ഞാൻ ഒരു ദിവസം സത്യം പറഞ്ഞെങ്കിൽ നേരമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇതുപോലെ രജനിയും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കി. മാഷയ്ക്ക് ഇഷ്ടം, അരിച്ചൊഴിക്കട്ടെ, മാഷയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും ഉണ്ടാക്കി, ഇത്തിരി സംഭാരം ഉണ്ടാക്കി, ഒരു ചമ്മന്തിയും കൂടെ അരച്ചാൽ എളുപ്പമാകുമല്ലോ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സാധാരണ ഞാൻ മറ്റേ രീതിയിൽ ഉണ്ടാക്കില്ലേ, അതിനേക്കാളും രുചിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാനിങ്ങനെ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് കൈകൾ നിറം നോക്കും, കറുപ്പ് നിറമുണ്ടാവും.
അപ്പോൾ അങ്ങനെ ഇനി അതവിടെ കിടന്ന് നല്ലോണം തിളക്കട്ടെ. അത് നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിടണം. നന്നായിട്ട് തിളച്ചിട്ട് കേട്ടോ. ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം. ഇതാ നന്നായിട്ട് തിളയ്ക്കണം. നല്ല കൊഴുക്കനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊഴുക്കനെയാണ് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. മതി. കല്ലുപ്പ് കലക്കി തെളിയിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഉപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഉപ്പ് കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇടട്ടെ. മഞ്ഞൾപ്പൊടി 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 ഇടാം. നമ്മുടെ ഡിഫക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ പറയണം. ഇപ്പം ആ പയ്യൻ എന്നോട് പിന്നെ ടീച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പം ഞാനത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ എന്തൊക്കെയാണ് ഇതിലുള്ള അപാകത എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരു ന്യൂ കമറാണ്, എന്നെപ്പോലെ ഇതിനൊന്നും വലിയ അറിവില്ലാത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞു തരണം. പറഞ്ഞു തന്നെങ്കിലല്ലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉള്ള ഒരമ്മയാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇത് എൻ്റെ ഇതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും മാത്രം ഞാൻ തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ ഇത് തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതാ ഇത് തിളച്ച് കേട്ടോ. നന്നായിട്ട് തിളച്ചു. ഇതിൻ്റെ സാമഗ്രികളൊക്കെ എഴുതിയിരിക്കുന്നത്. തിളയ്ക്കുമ്പോൾ നമ്മളിതാ ഈ ഇഞ്ചി പച്ചമുളക് ഒക്കെ കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന കൂടെ ഇട്ടു. ഇതാ ഇതപ്പോൾ വഴറ്റാനൊന്നും പോകണ്ട. അത്രയും എണ്ണ ലാഭമല്ല, അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടും. ശരീരത്തിൽ കയറുകയല്ല അത്രയും എണ്ണ അല്ലേ. നല്ലോണം കുറുകട്ടെ. അതവിടെ കിടന്ന് നല്ലോണം കുറുകട്ടെ. ഞാനേ പിന്നെ ഇനി ചേമ്പും തണ്ട് കൊണ്ടൊരു അവിയൽ വയ്ക്കും. അത് കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഒരു സ്പെഷ്യൽ ചേമ്പാണത്. ഒരു ചുവന്ന തണ്ടുള്ള ചുവപ്പ് തണ്ടുള്ള ഒരു ചേമ്പുണ്ട്. അതിൻ്റെ വിത്തും ചുവന്നതാണ്. ഈ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ ഒരു ടൈപ്പാണത്. ഉപ്പ് ശകലം കൂടെ ആകാം, മതി. കായം ഇട്ടു. കായം ചൂടാക്കി പൊടിച്ചിട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇത്തിരി ഉലുവാപ്പൊടി ഇടട്ടെ. ഉലുവാപ്പൊടിയുടെ സ്പൂണൊക്കെ ഇവിടെ പോയത്. ഇതാ ഇത് നമുക്ക് മുടി തലയിലേക്കൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. വറുത്തിട്ടൊന്നുമില്ല, വെയിലത്ത് വെച്ച് പിന്നെ നല്ലോണം ചൂടാക്കിയിട്ട് വറുത്താൽ നമുക്ക് തലയിലേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് മൈലാഞ്ചിപ്പൊടി കറിവേപ്പിലയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നല്ലതാണ്.
ഇനി ഉപ്പൊന്നും നോക്കില്ല. ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല. ഇത് കേട്ടോ അവിടെ കിടന്ന് നല്ലോണം തിളച്ച് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഈ വെല്ലത്തോടു കൂടി തന്നെ അത് കുറുകട്ടെ. ഇതാ ഈ വെല്ലം അതിലേക്ക് ഇടാൻ നമുക്ക് വെല്ലം ഇട്ടു. ഇതും കൂടെ 2 കഷ്ണം ഇടാം. ഓക്കെ ഓക്കെ. ഓ രാവിലെ ചോറ് വെച്ച് കൂട്ടം വെച്ച് ചെയ്തിട്ട് പോകാൻ നമ്മുടെ ശാന്തമ്മ വന്നു. അപ്പൊ ശാന്തമ്മയോട് സംസാരിക്കുക. ശാന്തമ്മ നിങ്ങൾ മാറി നിൽക്കേ ഇല്ല മുട്ടൊന്നുമില്ല. ഞാൻ മുട്ടാതൊക്കെ എടുക്കുന്നത്. ഇഞ്ചിപ്പുളി വെക്കുക. അവര് പറയായിരുന്നു നേരത്തോട് ഞാൻ ഇഞ്ചിപ്പുളിക്ക് ഓർഡർ വാങ്ങിയിട്ട് പിന്നെ മീൻ തന്നെ ഇട്ടു. മീൻ വെക്കുമ്പോ പിന്നെ മനസ്സില്ല അപ്പോഴാണ് വെക്കാല്ല. ഓ ശരി ഓക്കെ. അന്ന് പണിക്ക് വന്ന് ഞാൻ കാണിച്ചില്ലേ ശാന്തമ്മ. ആ ശാന്തമ്മ തൊട്ട വീട്ടിൽ പണിക്ക് വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് പറയാം ഇങ്ങനെ അടുത്ത് തീയുടെ അടുത്തോട്ട് നിൽക്കേണ്ട മാറി നിൽക്കൂന്ന്. നല്ല സ്നേഹമുള്ള ലേഡിയാണ്. അതൊക്കെ ഇവിടെ ഇവിടെ പണിക്ക് പോയത്. അപ്പോൾ ഇത് ഒത്തിരി നിൽക്കാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ളപ്പം നമ്മൾ നിർത്തരുത്. എന്താ വെച്ചാൽ പണിക്ക് വിളിച്ചിട്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒന്നും കൂടെ ഞാൻ പറയാം. ഇഞ്ചി പച്ചമുളകും ഇഞ്ചി ഇതൊരു 100 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ കേട്ടോ. പച്ച ഉണ്ടാക്കുന്നത് 100 ഗ്രാം ഇഞ്ചി. അതിനൊരു 4 വലിയ പച്ചമുളക് എടുക്കണം. എരിവ് വേണമല്ലോ. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല. ഇതെല്ലാം പൊടിയായി കഴുകി തോലൊക്കെ ഇഞ്ചിയുടെ കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് പച്ചമുളകും കഴുകി പൊടിയായിട്ട് 2 കൂടെ അരിഞ്ഞ് അവിടെ വെച്ചു. അതിനുശേഷം നിറയെ എത്ര ഒരു നെല്ലിക്ക വലിപ്പമല്ല, ഒരു നാരങ്ങ വലിപ്പമല്ല, ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു പുളി. അത്രയും വേണം പുളി. നല്ല കറുത്ത പഴയ പുളി. ഈ പുളി എനിക്ക് ലത തരുന്നതാണ്. ലത അന്ന് തന്നത് ഇനിയും തീർന്നിട്ടില്ല. അവരുടെ വീട്ടിൽ പുളിനെല്ലി എന്ന് പറയും. അവിടെ നിറയെ കൃഷിയൊക്കെ ഉള്ളവരാണ്. അവിടെ പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പുളിയാണ്. അപ്പോൾ പഴയ പുളി ഇഞ്ചിപ്പുളിക്ക് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ എനിക്ക് തന്നതാണ്. കുറേ ആയി ഞാനിത് വയ്ക്കുന്നു. അപ്പോൾ അതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. അതിനുശേഷം ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് നല്ല ചീനിച്ചട്ടിയൊക്കെ അതിന് ദിവസം എണ്ണ കാച്ചിടുക. ആ ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഉരുളി ആയാലും നല്ല ഉരുളി നമ്മുടെ വീട്ടിലുള്ളത് അതിനകത്തേക്ക് വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, ഉലുവ, കടുക്, ഇത്ര സാധനങ്ങൾ കറിവേപ്പില ഇട്ട് താളിച്ചു. കടുക് വറുത്തു. അതിനുശേഷം അതിലേക്ക് ഈ പുളി കൊഴുക്കനെ പിഴിഞ്ഞ് അതിലൊഴിച്ചു. ഇതുവരെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടില്ല കേട്ടോ. കൊഴുക്കനെ പിഴിഞ്ഞ് അതിലൊഴിച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീരാണ് കലക്കി അടിഞ്ഞ് വൃത്തിയായി കിടക്കുന്ന ഉപ്പാണ്. അത് ഉപ്പ് നീരാണ്. അതിന് ഉപ്പ് നീരെടുത്ത് ഒഴിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ നല്ലോണം തിളച്ചപ്പം അതിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് ഇട്ടു. അതിനുശേഷം അതിൽ തിളച്ചപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായവും ചേർത്തു. ഇനി ഇതിനകത്തേക്ക് 2 അച്ച് വെല്ലമോ ശർക്കരയോ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് അതിന് ടേസ്റ്റ് ഇല്ല, മധുരം വരുന്നുള്ളൂ. ശർക്കര എന്ത് വേണമെങ്കിലും മധുരത്തിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ തിളച്ചു കുറുകി നല്ല പാകമാകുമ്പോൾ അത് നമുക്ക് എടുത്തു വയ്ക്കാം. ഈ പുറത്ത് തന്നെ ഒരു 10 ദിവസം ഇരിക്കും, ഒരു കേടും വരാതെ. പിന്നെ ഭരണിയിലോ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പം ഇവിടെ മാഷത് നല്ലോണം കഴിക്കും ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണേലും ഇരിക്കും, ഒരു കേടും വരില്ല. തിളയ്ക്കുന്ന കണ്ടോ. ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ശകലം കൂട്ടണമെന്ന് തോന്നില്ലേ? ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ ഇത്തിരി കൂട്ടണമെന്ന്? ഇത് വഴറ്റുകയും വേണ്ട, ഒന്നും വേണ്ട. പച്ചയായിട്ട് തന്നെ പച്ചമുളകും ഇഞ്ചി ഇതിനകത്ത് കിടന്ന് തിളയ്ക്കണം. മറ്റേ വഴറ്റിയെടുക്കുന്നതും കുഴപ്പമില്ല, അതും നല്ലതാണ്.
പക്ഷെ ഞാനിത് എൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്തെന്നുള്ളപ്പോൾ നല്ലതാണ്. ഇഞ്ചിയൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഇടുകയല്ലേ, വഴറ്റുമ്പോൾ അതൊന്ന് ഇതാകുമല്ലോ. അതേ സമയത്ത് പച്ചയായിട്ടിടുമ്പോൾ, വഴറ്റാതിടുമ്പോൾ കൂടുതൽ രുചി, കൂടുതൽ മണവും കൂടുതൽ ഗുണവും ഉണ്ടാവും. അപ്പം അങ്ങനെ ഇന്ന് വാഗ്ദേവതയെക്കുറിച്ച് എന്തെങ്കിലും രണ്ടുപേരും പാടാമല്ലേ? പാടുകയല്ല, പറയാം. പാട്ടെന്നൊക്കെ പറയാൻ പറ്റുമോ? അതവിടെ കിടന്ന് തിളച്ച് കുറുകട്ടെ കേട്ടോ, തിളച്ച് വയ്ക്കട്ടെ. ഇതൊരു ഫുൾ തീയിൽ വെച്ചാൽ 5 മിനിറ്റ്. ഇത് ഫുൾ തീയിലല്ല പക്ഷേ വെക്കുന്നത്. ഞാനൊരു കാര്യം പറയാമല്ലോ, എന്നെ ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോഴേ പണ്ടത്തെ ടീച്ചറെ ഒരുപാട് വണ്ണം തോന്നും. കാരണം ഞാൻ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് തടി വന്നിരിക്കുക. ഇതെന്താണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇട ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും ഇത്തിരി വെള്ളച്ചോറ് കഴിക്കും, അതാണെന്ന് തോന്നുന്നു. വെള്ളച്ചോറ് തടി കൂട്ടുന്ന സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പലഹാരമൊക്കെ ആകുന്നതിന് മുമ്പേ ഇൻസുലിൻ എടുക്കണം. പലഹാരമാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വിറച്ച് താഴെ വിടാൻ പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തലേദിവസം ചോറ് എന്തായാലും കാണും. തലേദിവസം ചോറെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കുന്ന ചോറല്ല, രാത്രി മാഷ് വയ്ക്കുന്ന കഞ്ഞിയിൽ എപ്പോഴും ഒരു പിടി ചോറ് കാണും. അതിനെ ഞാൻ കണ്ണോക്കൊണ്ട് പോയി കഞ്ഞിവെള്ളം ഇല്ലാതെ എടുത്തിട്ട് ഇത്തിരി തൈര് ഒഴിച്ച് ഉപ്പുമിട്ട് ഒരു ചെറിയുള്ളിയും ചതച്ച് ഒരു കാന്താരിയും ചതച്ചതിലിട്ട് അടച്ചു വയ്ക്കും. രാവിലെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതാ കഴിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് വണ്ണം വെച്ചു. നിങ്ങളാരും വിചാരിക്കേണ്ട ടീച്ചറല്ല വല്ല പർവ്വതം പോലെ ഇരിക്കുന്നല്ലോ എന്ന്. അതിപ്പോൾ ഒരു നിവൃത്തിയില്ല. പിന്നെ ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന കൂട്ടുകാർ. എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം നല്ല വണ്ണമുള്ളവരാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് കൊഴുക്കട്ടെ. അപ്പോൾ സരസ്വതി ദേവിയെ നമുക്കൊന്ന് ഓർക്കാം അല്ലേ? അക്ഷരമാലകൾ ഏന്തി വന്നാലും അക്ഷരരൂപിണി സരസ്വതി. അക്ഷരമാലകൾ ഏന്തി വന്നാലും അക്ഷരരൂപിണി സരസ്വതി. ഒന്ന് ഓർക്കാം അല്ലേ? ഇനിയിപ്പം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതല്ലേ? ഓരോ സമുദായത്തിനും ഓരോ സമൂഹത്തിനും ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ഓരോ തരം അനുഷ്ഠാനങ്ങളാണ്. പക്ഷെ പൂജ, മഹാനവമി, അക്ഷരദേവത എല്ലാവർക്കും വേണ്ടതാണ്. എത്ര വലിയവർക്കും ചെറിയവർക്കും ആവശ്യമായിട്ടുള്ളതാണ് വിദ്യ. അപ്പോൾ എല്ലാവരും ഈ നവമി പിന്നെ ജോലി ചെയ്യുന്നവർ ആയുധം പൂജ നടത്തുന്നു. പിന്നെ കാറ് വണ്ടിയൊക്കെ ഉള്ളവർ വണ്ടി പൂജിക്കുന്നു. പിന്നെ അക്ഷരത്തെ സ്നേഹിക്കുന്നവർ, മറ്റ് പൂജിക്കാനില്ലാത്ത ആളുകൾ എല്ലാവരും പുസ്തകം വെച്ച് പൂജിക്കുന്നു. അതെല്ലാവരും പൂജിക്കുന്നു. കുട്ടികൾക്ക് എത്ര വയസ്സായാലും പേരൻസ് അവരെ കൊണ്ട് അവർ നാട്ടിലുണ്ടെങ്കിൽ അരിയിൽ ചൂണ്ടുവിൽ തുണി കുടിച്ച് ഹരീശ്രീ കുടിക്കുന്നു. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഓരോ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ അല്ലേ? അപ്പോൾ ഇത് ഈ ഇഞ്ചിപ്പുളി കുറുകി 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 അങ്ങനെ വരട്ടെ. കൈകൊണ്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ തൊട്ട് നാവ് വെക്കണം, അതുപോലെ കുറുകണം. കൈകൊണ്ട് ഒരു പേസ്റ്റ് പോലെ തൊട്ട് നാവിൽ വെക്കണം. ഇലയിൽ ഒഴിച്ചാൽ, പാത്രത്തിൽ ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത്. അതാണ് ആ പുളിയുടെ ഗുണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ അക്ഷരരൂപിണിയായ സരസ്വതി ദേവിയെ, വാഗ്ദേവതയെ നമ്മൾ പൂജിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ പൂജിച്ച് നമ്മൾ വീണ്ടും ഹരിശ്രീ കുടിക്കുമ്പോൾ, വീണ്ടും നമ്മൾ നമ്മുടെ മുതിർന്നവരുടെ കൈപിടിച്ച് നമ്മളെ എഴുതിക്കുമ്പോൾ നമ്മൾ ബാല്യത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? ബാല്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പലവട്ടം നമ്മൾ ബാല്യത്തിലേക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോകുന്നു. ഓണക്കാലത്ത് നമ്മൾ ബാല്യത്തിലേക്ക് പോകുന്നു. ഇത് പ്രത്യേകിച്ചും നമ്മൾ ഹരിശ്രീ കുടിക്കുമ്പോൾ എത്ര വലിയ ആളായാലും അതിൻ്റെ ഒരു ഓർമ്മ, ആദ്യമായിട്ട് ആ വ്യക്തിയെ ചൂണ്ടുവല്ലുകൊണ്ട്
അരി എഴുതിച്ചതും നാവിൽ സ്വർണം കൊണ്ട് അരിശ്രീ കുറിച്ചതും ഒക്കെ ഓർമ്മയിലേക്ക് വരും, പഴമയിലേക്ക് പോകുമല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ പൂർവികരെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും എങ്കിൽ പോലും. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ നിങ്ങളോട് ഇത്തിരി നേരം സംസാരിച്ചതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞാനുണ്ടാക്കിയ ഈ സ്റ്റൈലിലുള്ള ഇഞ്ചിപ്പുളി ഒന്ന് ഉണ്ടാക്കി നോക്കണതാ. കിടന്ന് കുറുകയാണ് നോക്ക്. ഹലോ, എന്തായി? വെരി നൈസ്, വെരി നൈസ്. നോക്ക്, നല്ല രസമുണ്ട്. കുറുകി 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 കുറുകട്ടങ്ങനെ കുറുകട്ടെ, കുറുകട്ടങ്ങനെ കുറുകട്ടെ, ഇഞ്ചിപ്പുളി കുറുകട്ടെ. ഇന്നത് സദ്യയുടെ ഇഞ്ചിപ്പുളി പോലുണ്ട്. എന്താ ഇത്തിരിയും കൂടെ ആകണം, ഇത്തിരിയും കൂടെ ആകണം. കാണിക്കാനും അറിയുന്നില്ല. ഇതാണ് അതിൻ്റെ നിറം. ഇതൊരു രുചിയായിരിക്കും അറിയാം. ഭഗവാനെ, മണം വരുമ്പോൾ ഒന്നും പറയാൻ പാടില്ലെന്ന് അന്ന് എണ്ണ കാച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. മണം ഒന്നിൻ്റെ ഭക്ഷണത്തിൻ്റെ ആയാലും മറ്റേ എണ്ണ കാച്ചുമ്പോഴായാലും മണം വരുമ്പോൾ അയ്യോ നല്ല മണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുന്ന അതൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ എന്തോ ഇതോ എന്താ ഇതിൻ്റെ നിറം. ഇനിയും കുറുകാനുണ്ട്, കുറുകട്ടെ. കുറുകിയാലേ അത് ശരിയാവും, അത്ര ഇതാവുള്ളൂ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം. ആര്? അമ്മ. നമ്മൾ എത്ര അകലണം, പിണങ്ങണം, ദേഷ്യപ്പെടണം, നമ്മൾ എത്രമാത്രം അമ്മയോട് വെറുത്തു എന്തൊക്കെയായാലും അമ്മ നമ്മളെ അകലുകയില്ല. ഒരിക്കലും അമ്മയുടെ സ്നേഹം ഇല്ലാതാകുകയില്ല. നമ്മളെ ഈ ലോകത്തിൽ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരേ ഒരാളാണ് മാതാവ്, അതുപോലെ തന്നെ പിതാവ്. പക്ഷേ ഒരു പടി കൂടുതലാണ് അമ്മ, അല്ലേ? അച്ഛനൊരു പക്ഷേ കുറച്ച് ഏതൊരു വ്യക്തിയുടെ അച്ഛനൊരു പക്ഷേ കുറച്ച് കർക്കശക്കാരനായിരിക്കാം. അപ്പോൾ ചില കുരുത്തക്കേടുകളൊക്കെ ക്ഷമിച്ചെന്ന് വരില്ല. അപ്പം അമ്മ അച്ഛനറിയാതെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ അമ്മയൊക്കെ പറഞ്ഞു, ഒരു വികൃതിയായ ഒരു കസിൻ ബ്രദർ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അച്ഛൻ വലിയ പൊസിഷനിൽ, അമ്മ ടീച്ചറൊക്കെ ആയിരുന്നു, ഒരുപാട് കുസൃതിയായിരുന്നു, സഹിക്കാൻ വയ്യാത്ത കുസൃതിയ. അപ്പോൾ കോളേജൊക്കെ കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ വീട്ടിൽ കയറ്റത് ഭക്ഷണം കൊടുക്കരുതെന്നൊക്കെ പറയും. പക്ഷേ അമ്മ പുള്ളിക്കാരനറിയാതെ പാവം ഭക്ഷണം കൊടുക്കും, അവനെ പരിചരിക്കും, അവനോട് സ്നേഹത്തോടെ പെരുമാറും. അങ്ങനെ അമ്മയുടെ ആ സ്നേഹപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ് അവൻ്റെ ആ സ്വഭാവദൂഷ്യം എല്ലാം മാറി, നല്ല ആളായി മാറി, സമൂഹത്തിന് വളരെ പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറി. അപ്പം നമ്മൾ കുട്ടികളോടൊക്കെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ട് കുറുകി വരുന്നു. ഇനിയിപ്പോൾ ഒത്തിരി വെള്ളമുള്ള പോലെ തുള്ളി കളിക്കുന്നില്ലേ, അതും കൂടെ ഒന്ന് അടങ്ങണം, ചെറിയ തീയിലിട്ട്. ഇനി ഇത് എണ്ണ കാച്ചുമ്പോൾ പാത്രഭാഗം പോലെ ഇതിലൊരു പാകമുണ്ട്. അതായത് ഈ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് അത് അതിൽ കിടന്നൊന്ന് തിളയ്ക്കും. നമുക്കിനി ഇത് ഓഫാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനൊരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇത് എൻ്റെ സ്വന്തം ഇഞ്ചിപ്പുളിയാണ്. ഇത് ഞാൻ ഈ വെച്ച പോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, രുചി വ്യത്യാസം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാം. ഇതിൻ്റെ നിറം കണ്ടാൽ തന്നെ ഉണ്ടല്ലോ, വാവ്, ഉഗ്രൻ ഉഗ്രൻ ഉഗ്രനിൽ ഉഗ്രൻ. അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് കുറച്ച് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇഞ്ചിപ്പുളി, എൻ്റെ പാചകങ്ങളും
എൻ്റെ പാചകവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി ചൊരിയൂ. ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാവരും കണ്ടിട്ട് നിറയെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. പുതിയതായി കുറച്ച് പേര് വരുന്നുണ്ട്. കാണുന്നവരൊക്കെ കണ്ടുപോകാതെ ലൈക്കും കമൻറ്റും അടിക്കണം. ഷെയർ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളിങ്ങനെ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പ്രായമായ അമ്മമാരും ഒക്കെ വെറുതെ ഒരു മൂലയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കാതെ ഇങ്ങനെയൊക്കെ വലുതൊക്കെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് വയസ്സായാലും അമ്മ നിന്ന് എന്തൊക്കെ ചെയ്യുന്നു, പാചകമൊക്കെ ചെയ്യുന്നത്, അവൻ്റെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും കടപ്പാടും എല്ലാം നിങ്ങളെ അറിയിക്കുന്നു. എന്ത് നല്ല ഇഞ്ചിപ്പുളിയാണെന്ന് അറിയാമോ? നിങ്ങളെല്ലാവരും അടുക്കള പാചകത്തിൻ്റെയൊക്കെ ധൃതിയിലായിരിക്കുമല്ലേ. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഇങ്ങനെ ഇഞ്ചിപ്പുളി വെച്ച് സൂക്ഷിക്കൂ. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഒരു 1/4 കിലോ ഇഞ്ചി മേടിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ഒരു ഭരണിയിലോ കുപ്പിയിലോ ആക്കി സൂക്ഷിക്കൂ. എത്ര ദിവസം വേണേലും നമുക്ക്. ഇത് അച്ചാറുകളെ പോലല്ല. ഇത് നമുക്ക് ശരീരത്തിന് ദോഷം, വയറിന് ദോഷം ഒന്നും ചെയ്യുന്നതല്ല. ഇത് അച്ചാറിനൊക്കെ പകരം ഈ കണ്ടി ഈ അച്ചാറുകളൊക്കെ മാങ്ങായും നാരങ്ങായും നെല്ലിക്കായും വേണം. എങ്കിലും ഇതൊക്കെ എന്നും ഇങ്ങനെ അച്ചാറുണ്ടാക്കി കഴിക്കുന്നതിന് പോലെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നാവിനൊന്ന് ഇത്തിരി തൊട്ട് നാവിൽ വെച്ചാൽ ഊണ് കഴിക്കാമല്ലോ. ഇത് ഒന്നുണ്ടാക്കി നോക്കൂ നിങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവാത്സല്യങ്ങൾ. താങ്ക് യു സോ മച്ച്.